വെൽക്കം ബാക്ക് ടു കറീസ് ആൻഡ് സ്റ്റോറീസ്. എൻ്റെ പേര് ഫെമി. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മൾ കാരമലൈസേഷൻ ടെക്നിക്കും അതുപോലെ കേക്ക് പാൻ ഗ്രീസിങ്ങും ചെയ്തിരുന്നു. നമ്മൾ പ്ലം കേക്കിനോട് അനുബന്ധിച്ചാണ് ചെയ്തത്. പക്ഷെ ആ ടെക്നിക്സ് വെച്ചിട്ട് ഞാൻ ഇന്നൊരു കേക്ക് ചെയ്യാൻ പോവാണ്. ക്യാരറ്റ്, ഡേറ്റ് ആൻഡ് പ്രൂൺ കേക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഈ കേക്ക് ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസിന് എടുത്തേക്കുന്ന ഓൾ പർപ്പസ് ഫ്ലവർ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഞാൻ ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ ഉപ്പ് ജസ്റ്റ് ഒരു പിഞ്ച്, പിന്നെ ഇത് ഷുഗർ, ഞാനത് പൊടിച്ച ഷുഗറാണ്, പൊടിച്ച പഞ്ചസാരയാണ്. ഇതൊരു 3/4 കപ്പ് എടുക്കാം. പിന്നെ വാൾനട്ട്സും കാഷ്യൂസും ഇത് രണ്ടും ഞാൻ 1/2 കപ്പ് ഈച്ച് വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് റേസിൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ചെറീസ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും 1/4 കപ്പ് വെച്ചിട്ട്, അപ്പം മൊത്തം 1/2 കപ്പ്. ഇത് 1 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിനകത്തും ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇത് എടുത്തേക്കുന്ന ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സീഡ്ലെസ് ഡേറ്റ്സ് എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ബേക്കിംഗ് ഡേറ്റ്സ് കിട്ടുന്നത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യും. ഞാനൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പ്രൂൺസ്, അതായത് പ്ലംസിൻ്റെ ഡ്രൈഡ് വേർഷനാണ് പ്രൂൺസ്, അതും എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ എടുത്തേക്കുന്നത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 2 മുട്ട, പിന്നെ വാനില എസൻസ് 1/2 ടീസ്പൂൺ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാരമലൈസേഷൻ, നമ്മൾ തിൻ വേർഷൻ കാരമലൈസേഷൻ ചെയ്തതിൻ്റെ കുറച്ച് കാരമൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് എത്ര എടുക്കേണ്ടതെന്ന് ഞാനത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണേ, ആവശ്യാനുസരണം നമ്മൾ ഒഴിക്കണേ. അപ്പോൾ ഇതിൻ്റെ കണക്ക് ഞാൻ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ 3/4 കപ്പ് എനി വെജിറ്റബിൾ ഓയിൽ യു ക്യാൻ യൂസ്. ഇത് ഓൾ പർപ്പസ് ഫ്ലവറും ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും നമുക്ക് നേരത്തെ തന്നെ സിഫ്റ്റ് ചെയ്ത് വെക്കാം. അതായിരിക്കും എപ്പോഴും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. ഇത് ഈന്തപ്പഴവും അതുപോലെ തന്നെ പ്രൂൺസും ഞാൻ സോക്ക് ചെയ്ത് വെച്ചില്ല, കാരണം അത് ഓൾറെഡി സോഫ്റ്റ് ആണ്. ഡേറ്റ്സ് നമുക്ക് ഇതുപോലെ തന്നെ വെള്ളത്തിൽ തലേദിവസം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തലേദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈന്തപ്പഴത്തിനെ സോഫ്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ ഒത്തിരി വെള്ളം കൂടിപ്പോകാൻ നോക്കാം. നിങ്ങളിത് കണ്ടല്ലോ, ഇതിൻ്റെ ടെക്സ്ചർ കണ്ടല്ലോ, ഈ ഒരു ടെക്സ്ചറിൽ വേണം വരാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് 2 മുട്ടയും അതുപോലെ തന്നെ 3/4 കപ്പ് പഞ്ചസാരയും ഞാൻ ഇതിനകത്തേക്ക് വെച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മൾ മുട്ടയും അതുപോലെ ഷുഗറും അടിച്ച ശേഷം നമ്മൾ 3/4 കപ്പ് ഇതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നല്ലപോലെ അടിച്ചു വിടുക. നമ്മളിപ്പോൾ ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കാരമലും അതുപോലെ വാനില എസൻസും ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 1/4 കപ്പ് കാരമൽ ഒഴിക്കുകയാണ്. ഇത് നമ്മുടെ തിൻ വേർഷനാണ് ഈ കാരമൽ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കിട്ടുന്നതാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഓഫ് വാനില എസൻസ്. ഈ വെറ്റ് ഇൻഗ്രീഡിയൻറ്റിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അരിച്ചു വെച്ചേക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോർ, ബേക്കിംഗ് സോഡയും പിന്നെ അതുപോലെ തന്നെ ഉപ്പും നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നതാണ്. കുറേശ്ശെ വേണം ഇടാനായിട്ട്. എന്നിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഓൾ പർപ്പസ് ഫ്ലോർ 4 ബാച്ചായിട്ടാണ് അതിനകത്തേക്ക് മിക്സ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സൈഡിലേക്ക് നമുക്കറിയാം ചിലപ്പോൾ ഫ്ലോർ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. നമുക്കപ്പോൾ ഒരു ചെറിയ സ്പാറ്റില യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി നമുക്ക് കൂട്ടി യോജിപ്പിച്ച് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ പ്രൂൺസ് ഇങ്ങനെ ചെറുതായിട്ട് കീറിയിട്ടിട്ടുണ്ട്. പ്രൂൺസും അതുപോലെ തന്നെ ഡേറ്റ്സും ഞാനിപ്പോൾ ഈ ഒരു മിക്സിലേക്ക് ഇടുകയാണ്. ഞാൻ ഇതിനെല്ലാം ഒന്നുകൂടി ഒരു വട്ടം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ക്യാരറ്റ്സ് ആഡ് ചെയ്യാണ്. 1 കപ്പ് ക്യാരറ്റ്സിനകത്തുണ്ട്, ആ ക്യാരറ്റ്സിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഞാനിപ്പോൾ ഈ റേസിൻസിനകത്തും അതുപോലെ തന്നെ നമ്മുടെ ചെറീസിലും കുറച്ച് നമ്മുടെ മൈദ അല്ലെങ്കിൽ ഫ്ലോർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് അടിയിലേക്ക് പോവാതിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ ഫ്ലോർ മിക്സ് ചെയ്തില്ലെങ്കിൽ ഈ ചെറീസും അതുപോലെ തന്നെ റേസിൻസൊക്കെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിൽ പോയി ചെന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഡസ്റ്റ് ചെയ്യണേ. അപ്പോൾ ആ ഡസ്റ്റ് ചെയ്തതും ഞാൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നട്ട്സും വാൾനട്ട്സിലും കാഷ്യൂ നട്ട്സിലും ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലവർ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മൈദ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിന്ന് ടോസ് ചെയ്ത് കൊടുക്കാം. ഇത് ഹാൻഡ് മിക്സർ ഈ സമയത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കേക്ക് പാൻ ഗ്രീസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഉണ്ടാക്കിയ ഗ്രീസ്, ഞാൻ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീസാണിത്. അത് വെച്ചിട്ടാണ് ഞാൻ 2 കേക്കിൻ്റെ ഇത് ഗ്രീസ് ചെയ്ത് കൊടുത്തു വിട്ടേക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാർച്ച്മെന്റ് പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ എനി വെജിറ്റബിൾ ഷോർട്ടനിങ് യൂസ് ചെയ്തിട്ടും കേക്ക് പാൻസ് ഗ്രീസ് ചെയ്യാവുന്നതാണ്.
അപ്പം ഞാൻ 2 അലൂമിനിയം കേക്ക് പാൻസ് യൂസ് ചെയ്തേക്കാണ് ഗ്രീസ് ചെയ്തേക്കുന്നത്. നിങ്ങളിൽ പാർച്ച്മെൻറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് പാനും അതുപോലെ തന്നെ റെക്ടാങ്കുലർ ഷേപ്പിൻ്റെ ഒരു 8.5 ഇഞ്ച് കേക്ക് പാനിലുമാണ് ഞാൻ ബാറ്ററി യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും എയറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എസ്കേപ്പ് ചെയ്തോളും, ബബിൾസ് ഒക്കെ ഇങ്ങ് പോയി കിട്ടിക്കോളും. നമുക്ക് 3 മെത്തേഡിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് നമ്മൾ നോർമലി കൺവെൻഷണൽ അവൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്യാസ് അവൻ അല്ലെങ്കിൽ ഇലക്ട്രിക് അവൻ യൂസ് ചെയ്യാം. രണ്ടാമത് നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഒന്ന് ജസ്റ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഈ പറഞ്ഞ അപ്പം ചെയ്യണ മാതിരി തന്നെ ഏതെങ്കിലും ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. മൂന്നാമത് നമുക്ക് എന്തെങ്കിലും കുക്കർ ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ എല്ലാവരുടെയും വീട്ടിൽ അവൻ ഉണ്ടാവണമെന്നില്ല, കുക്കർ ഉണ്ടെങ്കിൽ കുക്കറിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കറിനെ പ്രീ ഹീറ്റ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം ഇതുപോലത്തെ ഒരു പാത്രം നമുക്ക് കുക്കർ വാങ്ങിക്കുമ്പോൾ കിട്ടും. ആ സെയിം പാത്രം നമുക്ക് ഈ പറഞ്ഞ കുക്കറിനകത്ത് ഇറക്കി വെച്ചിട്ട് 30 to 40 മിനിറ്റ്സ് വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഞാൻ അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ബേക്ക് ഞെക്കിയിട്ടുണ്ട്. 7:25 ടൈം ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അവൻ പ്രീ ഹീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കേക്ക് പാൻസ് ബേക്ക് ചെയ്യാൻ എടുത്ത് വെക്കാം. ഞാനിപ്പോൾ കേക്ക് ടിന്നെ പ്ലേസ് ചെയ്തേക്കുന്നത് സെൻറ്റർ റാക്കിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. നടുക്കിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹീറ്റ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടന്നോളും. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായ ശേഷം നമുക്ക് ഒരു കേക്ക് പാൻ നമുക്ക് ഈ ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടിലേക്ക് എടുത്ത് വെക്കാവുന്നതാണ്. എൻ്റെ ഇഡ്ഡലിയുടെ പാത്രം ചൂടായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ തട്ടിലേക്ക് നമ്മുടെ കേക്ക് പാൻ വെച്ചിട്ട് ഞാൻ ഇതിനെ സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ്. ഈ ഒരു കേക്ക് പാനിലുള്ള ബാറ്റർ ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിരിക്കുന്ന കേക്കിനെ ഒരു സ്ക്യൂർ വെച്ചിട്ട് ചെക്ക് ചെയ്യാണ്. നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് മനസ്സിലായി. കാരണം ഈ സ്ക്യൂർ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടേൺ ഓഫ് ചെയ്യും. അതുപോലെ ഈ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് 20 മിനിറ്റ്സ് എനിക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വേണ്ടി വന്നുള്ളൂ, ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ സ്ക്യൂർ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്ത ശേഷം ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്തിടാവുന്നതാണ്. കേക്ക് ഫ്ലിപ്പ് ചെയ്യുകയാണേ. വാവ്, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തത് നേരത്തെ പറഞ്ഞ ഒരു ടെക്നിക്കാണ്. നമുക്കിവിടെ 2 കേക്ക്സും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനത് അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്ത കേക്കാണ്. 40 to 45 മിനിറ്റ്സിന് ബേക്കിംഗ് ടൈം. ഇത് ഞാൻ സ്റ്റീം ചെയ്തെടുത്ത കേക്കാണ്. ഇതിൻ്റെ ടൈം 20 to 25 മിനിറ്റ്സ് ആണ്. കേക്കിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാം. ഇത് ഫ്ലിപ്പ് ചെയ്തപ്പോൾ തന്നെ ഇതിന് ഒട്ടും ക്രാക്ക് വന്നിട്ടില്ല. ഞാൻ ആ ഫ്ലിപ്പ് ചെയ്ത അതേ കേക്ക് തന്നെയാണ്. ഇനി ഞാനിത് തിരിച്ച് ഫ്ലിപ്പ് ചെയ്യാൻ പോകുന്നില്ല. ആക്ച്വലി ഇത് താഴത്തെ ആ കേക്ക് പാനിൻ്റെ താഴത്തെ ലെയറാണ് ഈ കാണുന്നത്. ഇത് അങ്ങനെ തന്നെ വെക്കാൻ കാരണം ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പോവാണ്. ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന മുന്നായിട്ട് ഞാൻ ഈ പാത്രം ഞാനൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 113 grams ഓഫ് ക്രീം ചീസ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ഏകദേശം 40 ml ഓഫ് ഹെവി വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിത് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 1/4 കപ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ ഐസിങ് ഷുഗർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിതെങ്ങനെ ചെയ്യണം നോക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ഐസിങ് ഷുഗർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. ഐസിങ് ഷുഗർ നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ടാൽ മതിയാവും. നമുക്കിത് റിക്വയർഡ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിന് പറഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം. ഇനി നമുക്കിന്ന് കേക്കിനകത്തേക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്യാം. നമ്മളിത് ലെവലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മുകളിൽ മാത്രമേ ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഈ കേക്കിനെ നമുക്ക് ചുമ്മാ ഡസ്റ്റ് ചെയ്യാം. ഡസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് സിനമൺ പൗഡർ ഇട്ടിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു കേക്ക് മാത്രമേ ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു കേക്കിലേക്ക് ഞാൻ ജസ്റ്റ് പൗഡർ ഷുഗറും അതുപോലെ തന്നെ കുറച്ച് സിനമണും കൂടി ഇട്ടിട്ട് ഞാൻ ഡസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇത് ഡസ്റ്റ് ചെയ്യാണ്. നമ്മുടെ പൗഡർ ഷുഗർ വെച്ചിട്ടാണ് ഇത് ഡസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് അല്പം സിനമണും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. നമ്മുടെ ക്യാരറ്റ് ഡേറ്റ് പ്രൂൺ കേക്ക് റെഡിയാണ്. 2 തരത്തിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. വൺ വിത്ത് ഫ്രോസ്റ്റിംഗ്, വൺ വിത്ത് പൗഡർഡ് ഷുഗർ. ഞാൻ 2 ടിപ്സാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് പാനിൽ എന്തോരം നമ്മൾ ഫില്ല് ചെയ്യണം എന്നുള്ളത്.
ഒന്നുകിൽ 2/3 ആ കേക്ക് പാൻ്റെ 2/3 അല്ലാന്നുണ്ടെങ്കിൽ ഹാഫ്. ചില കേക്ക് മിക്സിലൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാകും ഹാഫ് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും നമ്മൾ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കേക്ക് നമ്മളിങ്ങനെ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ അത് പുറത്തേക്ക് എല്ലാം പുറത്ത് പോയിട്ട് ആകെ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇലക്ട്രിക് ഓവൻ ഉണ്ടാവും, ചിലരുടെ കയ്യിൽ ഗ്യാസ് ഓവൻ ഉണ്ടാവും. നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇലക്ട്രിക് ഓവൻ വാങ്ങിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ സാധാരണ 2 റാക്ക് അവർ തരാറുണ്ട്. ഒന്ന് ലോ റാക്കും ഒന്ന് ഒരു ഹൈ റാക്കും. നമ്മൾ ലോ റാക്കിൽ വെച്ചിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 180 ഡിഗ്രിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 180 ഡിഗ്രി ആകുമ്പോൾ എപ്പോഴും ചൂട് കുറവായിരിക്കും. അപ്പോൾ നല്ലപോലെ കേക്ക് ബേക്ക് ചെയ്ത് കിട്ടും. ഇനി ഗ്യാസ് അവൻ, ഇനി പലരുടെയും വീടുകളിൽ കണ്ടിട്ടുണ്ട് ഗ്യാസ് അവൻ എല്ലാവരും ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് അവൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ഉപയോഗിക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് നമ്മൾ കേക്കും കുക്കീസൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മിഡിൽ റാക്ക് വേണം നമ്മൾ ആ പൊസിഷനിൽ വേണം നമ്മൾ കേക്ക് പ്ലേസ് ചെയ്യാനായിട്ട്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഞാനത് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഓവനിൽ എവിടെയാണ് നമ്മൾ കേക്ക് പാൻസ് പ്ലേസ് ചെയ്യുന്നത് പറയണത്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ നേരത്ത് മിഡിൽ റാക്കിൽ വേണം ഈ കേക്ക് പാൻസ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഒരു തവണ നമ്മൾ ചെയ്താൽ മതി. ഒന്നിൽ കൂടുതൽ കേക്ക് പാൻസ് ഇടുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഈ അവന് ഹോട്ട് സ്പോട്ട്സ് ആൻഡ് കോൾഡ് സ്പോട്ട്സ് ഉണ്ടാവും. അപ്പം നമ്മൾ അതിനൊന്ന് ഹീറ്റിൻ്റെ ആ ഒരു സർക്കുലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ ബേക്കിംഗ് ട്രേ നമ്മൾ ഈ ബേക്കിംഗ് പാൻ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് മാറ്റിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ യോഗ ചെയ്യാനായിട്ട് എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിനടുത്തുള്ള ലൈഫ് യോഗ സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് സ്റ്റെല്ല ആൻറ്റി ഞങ്ങൾക്ക് ഇതുപോലെ യോഗയെല്ലാം കഴിഞ്ഞിട്ട് ആൻറ്റി അവിടെ യോഗ ചെയ്യാൻ വന്നതായിരുന്നു. അപ്പോൾ ആൻറ്റി ഇതുപോലെ കേക്ക് ഉണ്ടാക്കി തന്നു. ആൻറ്റി അന്ന് ഉണ്ടാക്കിയത് കുക്കറിലായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുക്കറിൻ്റെയും അതുപോലെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുള്ള സ്റ്റീം ചെയ്തെടുക്കാമെന്നും ഇലക്ട്രിക് ആൻഡ് ഗ്യാസ് ഓവനിലും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തന്നത്. നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ഞാനും ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ കൊളീഗ്സിന് സപ്പോർട്ട് ചെയ്യുന്ന 2 വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദ ട്രാവൽ കമ്പനി നടത്തുന്ന സജി കുര്യൻ സ്വന്തമായിട്ടിപ്പോൾ മീൽസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞ ഒരു ഫുഡ് കാറ്ററിംഗ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ചുവടെ ചേർക്കുന്നതാണ്. അതുപോലെ തന്നെ എറണാകുളത്ത് പറവൂരുള്ള CP രാജേഷ്, അക്ബർ ട്രാവൽസിൽ വർക്ക് ചെയ്ത CP രാജേഷ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഒരു ചെറിയൊരു വെഞ്ചറാണ് അമ്മച്ചി പിക്കിൾസ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ അവരുടെ സ്പൈസസും പിക്കിൾസിനെയും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബാംഗ്ലൂരുള്ള കമനഹള്ളിയിലാണ് അവരുടെ ഓഫീസ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ജോയ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് MP ജോയ് ഇതുപോലെ തന്നെ ഒരു പപ്പടിൻ്റെയും കേരള സ്നാക്സിൻ്റെയും സ്പൈസസിൻ്റെയും ഇതുപോലൊരു ബോക്സ് നമുക്കെല്ലാവർക്കും ഡെലിവറി അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിവിടെ ചേർക്കുന്നതാണ്. പ്ലീസ് സപ്പോർട്ട് ദം. കാരണം നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നിവിടെ ചെയ്ത ക്യാരറ്റ് ഡേറ്റ് പ്രൂൺ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതട്ടെ. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഗിവ് യുവർ വാല്യുബിൾ കമൻറ്റ്സ്. താങ്ക് യു.